Hello everyone, this is Aishwarya. I hope everyone is doing fine. We shot for 10 days in a location that is quite near to the border, but we are coming back to Kochi today itself because we all know the situation here. It's a crew of 200 people and it's not safe. Till yesterday everything was fine. We were doing our job and at night I went out with my sister. We were having dinner at the dhaba near and we heard sound and light coming out of nowhere. At first we thought it's army testing. Then we came back to a hotel. The whole city was blacked out. And upon reaching here, we understood that it was not army testing. It was real war going on. അടുത്തിടെ ഇറങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നാണ് കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചിത്രത്തിൽ അന്ന ലൂയിസ് എന്ന ചുരുളൻ മുടിക്കാരിയെ സിനിമാ പ്രേമികൾ എന്നും ഓർത്തിരിക്കും. ഇപ്പോഴിതാ ജയ്സാൽമീറിൽ തന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോൾ നടി ഐശ്വര്യ രാജിനും അനിയത്തിക്കും തൊട്ടുമുന്നിൽ പാകിസ്ഥാന്റെ ഷെൽ ആക്രമണം നടന്നുവെന്ന വെളിപ്പെടുത്തലാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഐശ്വര്യയും സംഘവും രാജസ്ഥാനിലെ അതിമനോഹരമായ ഈ ജയ്സാൽമീറിലേക്ക് എത്തിയത്. തുടർന്ന് ഷൂട്ടിംഗ് പുരോഗമിക്കവെയാണ് രാത്രി നടിയും അനുജത്തിയും ചേർന്ന് സമീപത്തെ ധാബയിൽ ഭക്ഷണം കഴിക്കുവാൻ എത്തിയത്. എന്നാൽ പെട്ടെന്നാണ് ആകാശത്ത് വലിയ ശബ്ദവും വെളിച്ചവും കണ്ടത്. സൈന്യത്തിന്റെ മോക്ക് ഡ്രിൽ ആകുമെന്ന് കരുതിയെങ്കിലും പാകിസ്ഥാന്റെ ഷെൽ ആക്രമണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് നടി പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനിപ്പോൾ ജയ്സാൽമീറിലാണ്. ഹാഫ് എന്ന സിനിമയുടെ ഷൂട്ടിനായി എത്തിയതാണ്. തൽക്കാലം ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്യുകയാണ്. അതിർത്തിക്ക് വളരെ അടുത്തുള്ള ഒരു ലൊക്കേഷനിൽ ഞങ്ങൾ 10 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. പക്ഷേ ഇന്ന് ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ അറിയാമല്ലോ. 200ഓളം പേർ അടങ്ങുന്ന സംഘമാണ് ഞങ്ങളുടേത്. അത്ര സുരക്ഷിതമല്ല ഇവിടം. ഇന്നലെ വരെ എല്ലാം നല്ലതായിരുന്നു. എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യുകയായിരുന്നു. രാത്രി ഞാനും എൻ്റെ സഹോദരിയും കൂടി അടുത്തുള്ള ധാബയിൽ ഭക്ഷണം കഴിക്കാൻ പോയി. പെട്ടെന്ന് വലിയ ശബ്ദവും വെളിച്ചവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ മോക്ക് ഡ്രിൽ ആണെന്നാണ് ആദ്യം കരുതിയത്. തിരികെ ഹോട്ടലിലെത്തിയപ്പോഴാണ് അത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണമാണെന്ന് തിരിച്ചറിഞ്ഞത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഇന്ത്യൻ സൈന്യം പ്രതിരോധിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതിനുള്ള കാരണം തന്നെ ഇന്ത്യൻ സൈന്യമാണ്. നമ്മുടെ സൈന്യം ഗംഭീരമായി അവരുടെ ജോലി നിർവഹിക്കുന്നു. കൺമുന്നിൽ ഇതെല്ലാം കാണേണ്ടി വരുന്നത് അത്ര കൂളായ കാര്യമല്ല. ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖമുണ്ട്. കാരണം സുരക്ഷിതമായ ഒരിടത്തേക്ക് മടങ്ങാനുള്ള ഓപ്ഷൻ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇവർക്കില്ല. അവർ ഇവിടെ തന്നെ തുടരുന്നു. ഇതവരുടെ സ്വന്തം സ്ഥലമാണ്. അവർ അവരുടെ ജോലികൾ ചെയ്യുന്നു. ഇന്നലെ വരെ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചു നടന്നവരാണ്. അവർക്ക് ഒന്നും സംഭവിക്കില്ലേ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ ആർക്കും ഉപദ്രവം ചെയ്യാത്ത ആളുകളാണ്. നമ്മളെപ്പോലെ തന്നെയല്ലേ അവരും. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്നാണ് നടി തന്റെ വീഡിയോയിലൂടെ പറഞ്ഞത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ രാജ് ശ്രദ്ധ നേടിയത്. സംജാദ് സംവിധാനം ചെയ്യുന്ന ഹാഫ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് ഐശ്വര്യ രാജ് ഉൾപ്പെടെയുള്ള സംഘം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ എത്തിയത്. കഴിഞ്ഞ 10 ദിവസമായി രാജസ്ഥാനിലെ ജയ്സാൽമീറിലും പരിസര പ്രദേശങ്ങളിലുമായി ഷൂട്ടിംഗ് നടത്തിവരികയായിരുന്നു. സംഘർഷം രൂക്ഷമായതോടെ ചിത്രീകരണം നിർത്തിവെച്ച് സംഘം നാട്ടിലേക്ക് തിരിച്ചു. മലയാളത്തിലെ ആദ്യ വാമ്പയർ ആക്ഷൻ ചിത്രം എന്ന വിശേഷണത്തോടെ ഒരുങ്ങുന്ന ചിത്രമാണ് ഹാഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.